അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. ഓക്കെ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു വിതിൻ ദ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അതായത് ഈക്വലി ലൈക്ലി ഒരു റേഞ്ചിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പറയും. അതിന്റെ ഡെഫിനേഷൻ തന്നെ എങ്ങനെയാണ്? ഇറ്റ് മോഡൽസ് എ സിറ്റുവേഷൻ വെയർ ഓൾ വാല്യൂസ് വിതിൻ എ റേഞ്ച് ആർ ഈക്വലി ലൈക്ലി. അതായത് ഒരുപോലെ, ഏകദേശം ഒരുപോലെ ആയിരിക്കാം, ഈക്വലി ലൈക്ലി ആയിരിക്കും എന്നുള്ളതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത്. പേര് തന്നെ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പകുതി എന്താ പറയുക ഡിഫറൻസ് ഒന്നുമില്ല, ദേ വിൽ ബി സെയിം ത്രൂ ഔട്ട്, റൈറ്റ്? സോ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്, പി ഡി എഫും അതേപോലെ സി എം എഫ്, ക്യുമുലേറ്റഡ് ഡെൻസിറ്റി, സി ഡി എഫും. പി ഡി എഫ് എന്ന് പറഞ്ഞാൽ പ്രോബിൾ ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് നമ്മൾക്ക് ഇതിൽ വരുന്ന ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ബി മൈനസ് എ ഡാഷ്, അല്ലെങ്കിൽ എ ആണ് ഉദ്ദേശിക്കുന്നത്. എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി. എ എന്ന് പറഞ്ഞ മിനിമം വാല്യൂ, ബി എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തരികയാണ് ടൈം റിക്വയർഡ് ടു അസംബിൾ എ പ്രൊഡക്റ്റ് യൂണിഫോംലി എന്നുള്ള ക്വസ്റ്റ്യൻ. യൂണിഫോംലി ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും യൂണിഫോംലി എന്ന് വരും. അതുപോലെ റേഞ്ച് ഓഫ് വാല്യൂ വരും 20 to 50 മിനിറ്റ്സ് ഒക്കെ. എക്സാക്ട്ലി എന്ന് പറയുന്നതാണ് പി ഡി എഫ്, അല്ലെങ്കിൽ പ്രോബിൾ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇമ്പോർട്ട് നമ്മൾ സ്കൈപൈ ഡോട്ട് സ്റ്റാറ്റ്സ് എ കോമ ബി കോമ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഗിവൺ ടൈം എത്ര, 30 മിനിറ്റ്സ് ആണല്ലോ നമ്മുടെ എക്സാക്ട് ടൈം, അത് കൊടുത്തു. ഇനി നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പി ഡി എഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ യൂണിഫോം ഡോട്ട് പി ഡി എഫ് ആണ്. അതിൽ ആദ്യം എക്സ് കൊടുക്കുക, പിന്നെ എ കോമ ബി മൈനസ് എ കൊടുക്കുക. അതായത് തേർഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ബി അല്ല, ബി മൈനസ് എ ആണ്. അങ്ങനെയാണ് ഈ വാല്യൂ ചെയ്യുന്നത്. ഇതങ്ങനെയാണ് ഇതിന്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ വെയിറ്റിംഗ് ടൈം ഫോർ എ ട്രെയിൻ അറ്റ് എ സ്റ്റേഷൻ ഇസ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ 2 and 12. അപ്പോൾ നമുക്ക് എയും ബിയും മനസ്സിലായേ. ഇനി അടുത്തത് പ്രോബിൾ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് വെയിറ്റ്സ് മോർ ദാൻ 5 മിനിറ്റ്സ്. ഇവിടെ നമുക്ക് പി ഡി എഫിലും സി ഡി എഫിലും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാക്ട്ലി 5 മിനിറ്റ്സിലും ചെയ്യണം, മോർ ദാൻ 5ലും ചെയ്യണം. ഓക്കെ, അപ്പോൾ എയും ബിയും കൊടുത്തു, 2ഉം 12ഉം കൊടുത്തു, ചെക്ക് ടൈം 5 ആയിട്ടും കൊടുത്തു. നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സി ഡി എഫ് ചെയ്യുമ്പോൾ 1 മൈനസ് യൂണിഫോം ഡോട്ട് സി ഡി എഫ് എന്നാണ് ചെയ്യുക. ഓക്കെ, നോർമലി ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നോർമലി ഒരു യൂണിഫോം സി ഡി എഫ് ചെയ്യുന്ന സമയത്ത് 1 മൈനസ് യൂണിഫോം ഡോട്ട് സി ഡി എഫ്, നമ്മുടെ ചെക്ക് ടൈം എ ബി മൈനസ് എ. അപ്പം നമുക്ക് സി ഡി എഫ് കിട്ടും. ഇതേ സാധനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പി ഡി എഫ്, ഇപ്പോൾ ചെയ്ത പി ഡി എഫ് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ സാധനത്തിൽ തന്നെ എക്സാക്ട്ലി എന്ന് കൊടുക്കാം ഞാൻ കേട്ടോ. എക്സാക്ട്ലി വെയിറ്റിംഗ് എക്സാക്ട്ലി 5 മിനിറ്റ്സ് എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പി ഡി എഫ് നമുക്ക് ചെയ്തു. ഓക്കെ, സി ഡി എഫിന് പകരം നമുക്ക് ഇവിടെ മാറ്റേണ്ടത് പി ഡി എഫ് എന്നുള്ളതാണ്. യൂണിഫോം ഡോട്ട് പി ഡി എഫ്, ചെക്ക് ടൈം, നമ്മുടെ എ ബി മൈനസ് എ. നമുക്കപ്പോൾ എക്സാക്ട്ലിയുടെ വാല്യൂ കിട്ടും, അത് പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നല്ലേ. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ സി ഡി എഫ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളൂ. യൂണിഫോം പി ഡി എഫിന് പകരം സി ഡി എഫ് യൂസ് ചെയ്യും ഫംഗ്ഷൻ. അവിടെ 1 മൈനസ് എന്നുള്ളതുകൂടി യൂസ് ചെയ്യണം. ഓക്കെ, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി അതെന്താ ചെയ്യുക വെച്ചാൽ പ്ലോട്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിക്ക് എടുക്കാം. അതായത് സെയിം വാല്യൂസ് വെച്ച് നമുക്ക് പി ഡി എഫും സി ഡി എഫും വാല്യൂസ് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് തന്നെ പി ഡി എഫ് സി ഡി എഫ് യൂസ് ചെയ്യാം. എക്സ് അപ്പോഴും നമുക്ക് വാല്യൂ ആണ്. വൈ ആക്സസ് നമുക്ക് സെറ്റ് ആണ്, പി ഡി എഫ് വാല്യൂ ഉണ്ട്, എക്സ് സി ഡി എഫ് വാല്യൂ ഉണ്ട്. എക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ പി ഡോട്ട് ലൈൻ സ്പേസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. എ കോമ ബി കോമ 100. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എയും ബിന്റെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് വേറെ എക്സ് കോമ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ മതി, കറക്റ്റ് ലൈൻ സ്പേസിൽ കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ പ്ലോട്ട് തന്നെയാണ്, ലൈൻ പ്ലോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, 2 പ്ലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ ചെയ്യുന്നത് പി ഡി എഫ് വാല്യൂ വെച്ചിട്ടും വേറൊന്ന് ചെയ്യുന്നത് സി ഡി എഫ് വാല്യൂ വെച്ചിട്ടുമാണ്. അതുകൊണ്ടാണ് ലാബിൽ പി ഡി എഫ് സി ഡി എഫ് എന്ന് കൊടുത്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചു നേരം ഒന്ന് എന്താ പറയുക പോസ് ചെയ്ത് വെക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ പി ഡി എഫ് എന്ന് പറഞ്ഞാൽ പ്രോബിൾ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, മറ്റേത് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ സി ഡി എഫ് യൂസ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ പറയില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളൊരു കോൺസെപ്റ്റ്, ബിറ്റ്വീൻ, ബിഫോർ, ആഫ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോഴാണ് സി ഡി എഫ് യൂസ് ചെയ്യുക. സി ഡി എഫിന് ഒന്നുമില്ല, വ്യത്യാസം എന്താ വെച്ചാൽ 1 മൈനസ് യൂണിഫോം ഡോട്ട് സി ഡി എഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റവിടെ യൂണിഫോം ഡോട്ട് പി ഡി എഫ് ആണ്. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് എപ്പോഴും നമ്മൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ എൻ പി ഡോട്ട് ലൈൻ സ്പേസ് എ കോമ ബി കോമ 100 എന്ന് കൊടുത്തു. അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ആക്സസും വൈ ആക്സസും സെറ്റ് ചെയ്തു. ആദ്യത്തെ പ്ലോട്ട് വന്നിട്ട് എക്സും പി ഡി എഫ് വാല്യൂ വെച്ചിട്ടാണ്. സെക്കൻഡ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എക്സും സി ഡി എഫ് വാല്യൂ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ടൈറ്റിലും എക്സ് ലേബിൾ വൈ ലേബിൾ എന്ന് പ്രിന്റ് ചെയ്തു. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു 2 ലൈൻസ് കാണാം. ഇത് നമുക്ക് ബ്ലൂ എന്ന് കാണുന്നത് ഒന്ന്, അതുപോലെ തന്നെ
യെല്ലോ കാണുന്നത് വേറെയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.